ഗൈസ്, ഇപ്പൊ നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ഇപ്പൊ ജസ്റ്റ് വെറുതെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോക്കിയപ്പോ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ നമ്മള് ഇന്നിപ്പോ 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണ നേരത്തെ തന്നെ ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നമ്മള് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഞാൻ ഇപ്പൊ വർക്ക് കഴിഞ്ഞ് വന്ന് നേരത്തെ എത്തിയപ്പോ കല്യാൺ 99 അതുപോലെ സ്റ്റുഡിയോയിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടെന്ന് പറയണ കേട്ടു. കല്യാൺ 99 ബിലോ എത്ര 399 ബിലോ 399 ആണ്. അതുപോലെ സ്റ്റുഡിയോ 499 ആണെന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാൻ പറ്റുമോ നോക്കി വരാം. അപ്പൊ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വീഡിയോ എടുക്കണം അല്ലെ. അടിപൊളി പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഷോപ്പിൽ പോയിട്ട് കാണാം വിശേഷങ്ങൾ. അപ്പൊ നമ്മള് കല്യാൺ 99 ആദ്യം പോണത്. അപ്പൊ നമുക്ക് കല്യാൺ 99 പോയിട്ട് നമുക്ക് അവിടുത്തെ ഓഫേഴ്സ് ഒക്കെ ഒന്ന് കാണാം. അച്ഛനുണ്ട്. ഓഫേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഓഫർ ഉണ്ട്, കുറെ സെലക്ഷനും ഉണ്ട്. കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഏതെടുക്കണം. നമുക്ക് ഈ ഷർട്ടിനൊക്കെ 399 ഉള്ളൂ. അതുപോലെ അവിടെ കിടക്കുന്ന ചുരിദാറിനൊക്കെ 399 ഉള്ളൂ. എന്നിട്ടും കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാൻറ്റിന് മാച്ചായിട്ടുള്ള തപ്പി നടക്കണം. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചുരിദാർ ഞാൻ എടുത്തു ഗൈസ്. അങ്ങനെ 99 ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങാം. സ്റ്റുഡിയോയിൽ പറ്റിയാൽ കയറണമെന്നുണ്ട്. നോക്കാം. നോക്കാട്ടോ. ഡ്രസ്സിന് ഫിറ്റ് ആയാലും നമുക്ക് ഉടയ്ക്കാം. കൊള്ളാം, നല്ലൊരു സൗകര്യം. ചേട്ടന്മാരത് ഹാങ്ങർ മാറ്റാനൊന്നുമില്ല ആരും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നേരെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോവാണ്. കട തുറന്നുണ്ടോന്ന് അറിയില്ല, നമുക്ക് പോയിട്ട് നോക്കാം. കാറ് കയറാൻ പോവാം, നേരെ പോവാം. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി കുന്തത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തൃശ്ശൂരിന്റെ കുന്തം എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ട് ഞാൻ ചിരിക്കുകയാണ് ചെയ്തത്. അത് വേറെ കാര്യം. തൃശ്ശൂരുകാരുടെ സ്വന്തം കുന്തം ഫോട്ടോസ്റ്റാറ്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. കഴിച്ച് നമ്മുടെ ആധാറും കൊണ്ട് ഇതാ ചേട്ടൻ പോണു. ഒരു ചെറുക്കൻ നമ്മുടെ ആധാറൊക്കെ ആയിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. അവർ കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം 9:30. സ്റ്റുഡിയോ മിക്കവാറും അടച്ചിട്ടുണ്ടാവും. നമുക്ക് അതുവഴി പോയി നോക്കാം. സ്റ്റുഡിയോ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിൽ കയറാം. അല്ലെങ്കിൽ നാളെ വീണ്ടും ഞങ്ങൾ വരുന്നതാണ്. അല്ലെങ്കിൽ നാളെ നമുക്ക് സ്റ്റുഡിയോയിൽ കയറാം. എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കാറിട്ടേക്കണം. നമ്മൾ കുറച്ചും കൂടെ നടക്കാണ്ടായി. ഇപ്പം നമ്മൾ നടക്കുക. നമുക്ക് നേരെ കാറിൽ പോവുക, അല്ല കാറിൽ കയറുക, വീട്ടിൽ പോവുക. ഓൺ ദ വേയിൽ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ അവിടെ നിർത്താം, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്റ്റുഡിയോ ക്ലോസ് ചെയ്തു ഗൈസ്. അതെ, തുറന്നിട്ടുണ്ട് പക്ഷെ ക്ലോസ് ചെയ്തു. ഓഫർ വർഷം കേട്ടോ. രാത്രിയുള്ള ഫുൾ തട്ടുകട, വടക്കേച്ചറ സ്ട്രീറ്റ് ഫുഡ്സും എല്ലാ സാധനങ്ങളും അവിടെ ഓപ്പൺ ആണ്. കൊള്ളാം. അങ്ങനെ നമ്മൾ ഡ്രസ്സുകളൊന്നും കിട്ടാതെ, സ്റ്റുഡിയോ എന്നുള്ള ഡ്രസ്സുകളൊന്നും കിട്ടാതെ നമ്മൾ തിരിച്ചു മടങ്ങാണ്. എന്താല്ലേ ഇവിടെ വിശേഷം? പാറമേക്കാവ് വേലയാണ് ഗൈസ്. അതാണ് ഇത്രയും ഭംഗിയാക്കി ഇട്ടണത്. അപ്പൊ അതാണ് നമ്മൾ കണ്ടത്.
നമുക്കപ്പോൾ സ്റ്റുഡിയോയിലും ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ വീടിൻ്റെ അവിടെ എത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കപ്പോൾ നാളെ വീണ്ടും പൂർവാധികം ശക്തിയോടെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. Good night.